നാളെ നിങ്ങളുടെ എക്സാം ആണെങ്കിൽ ഞാനിവിടെ പറയാൻ പോകുന്ന 6 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. ഒന്നാമത്തെ കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻസ് മൊത്തം പൂർണ്ണമായിട്ട് വായിക്കാതിരിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. ഈ രണ്ടാമത്തെ കാര്യം, ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് എഴുതാതിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡയഗ്രാംസ് ഉള്ള ക്വസ്റ്റ്യൻസിന് പോലും നിങ്ങൾ ഡയഗ്രാം വരയ്ക്കാൻ മറന്നു പോകുന്നത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. ഇനി അടുത്ത കാര്യം, അറിയാത്ത ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പോലും എഴുതാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് അറിയുന്ന ഈസി ആയിട്ടുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ആൻസേഴ്സ് ആദ്യം എഴുതി വെക്കുക. എന്നിട്ട് അവസാനം ടൈം ഉണ്ടെങ്കിൽ മാത്രം അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഇനി അടുത്ത കാര്യമാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ ആൻസർ എഴുതുക എന്നുള്ളത്. അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഇനി ആറാമത്തെ കാര്യമാണ്, ആൻസേഴ്സ് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം പേപ്പർ റീചെക്ക് ചെയ്യാന്നുള്ളത്. നിങ്ങൾ 1, 2, 3 വട്ടം തന്നെയെങ്കിലും നിങ്ങൾ ആൻസേഴ്സ് ചെക്ക് ചെയ്യണം. നിങ്ങൾ നന്നായിട്ട് ടൈം മാനേജ് ചെയ്തിട്ട് ആൻസേഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾ വാച്ച് നിർബന്ധമായിട്ടും എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകണം. ടൈം മാനേജ് ചെയ്തിട്ട് ആൻസേഴ്സ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നന്നായിട്ട് ചെക്ക് ചെയ്യണം. എല്ലാ ആൻസേഴ്സും കൃത്യമാണോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇടാൻ മറന്നു പോയിട്ടുണ്ടോ, ഡയഗ്രാംസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ആൻസർ ഷീറ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മാർക്കിന് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും.